ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നാം തുടരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കയ്പ് എന്നത്. കയ്പ്, ബിറ്റർനെസ്, കയ്പ്. പല രീതിയിൽ ഓരോരുത്തരെയും കയ്പ് ബാധിക്കുന്നതിനെക്കുറിച്ച് നാം ചിലതെല്ലാം ഇതിനകം ധ്യാനിച്ച് കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ കയ്പാണ്. പലതരത്തിലുള്ളതായ കയ്പ് ഇയ്യോബിന് നേരിട്ടു. അനർത്ഥങ്ങൾ, അത്യാഹിതങ്ങൾ, അത്യാപത്തുകൾ, കഷ്ടനഷ്ടങ്ങൾ എല്ലാം ഇയ്യോബിനുണ്ടായി. ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, കയ്പ്, അനർത്ഥങ്ങളുടെ, അപകടങ്ങളുടെ ഒരു കയ്പേറിയ അനുഭവങ്ങൾ. രണ്ടാമത് ഇയ്യോബിനുണ്ടായ കയ്പ് ബിറ്റർനെസ് ഓഫ് ഡിസീസസ്, രോഗത്തിൻ്റെ കയ്പ്. രോഗം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ രോഗം വന്നു. ഒരുപക്ഷെ മറ്റാർക്കും വന്നിട്ടില്ലാത്തതുപോലത്തെ രോഗം വന്നു. ദേഹമാസകലം ഉള്ളങ്കാൽ മുതൽ നെറുകമ്പൽ വരെ വ്രണങ്ങൾ ബാധിച്ചു, പരുക്കൾ ബാധിച്ചു. അസഹ്യമായിരുന്നു. ഇതൊന്നും ഇയ്യോബിനെ അത്ര നിനക്ക് ബാധിച്ചില്ല. ഇയ്യോബ് ഭക്തനായിരുന്നല്ലോ, ഭക്തനായിരുന്നു, നല്ല ദൈവവിശ്വാസിയായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ഒരു ദോഷവും വരരുത് നിർബന്ധമുള്ളതുകൊണ്ട് ദോഷം വിട്ട് അകലുന്നവനായിരുന്നു, സത്യമുള്ളവനായിരുന്നു, സത്യസന്ധനായിരുന്നു, നേരുള്ളവനായിരുന്നു. പക്ഷേ ഈ അടിക്കടി ഈ കയ്പേറിയ അനുഭവങ്ങൾ വന്നു. മൂന്നാമത്തെ കയ്പ് യോബിന് വന്നത് ദ ബിറ്റർനെസ് ഓഫ് ലോൺലിനെസ്, ഏകാന്തതയുടെ കയ്പാണ്. ഏകാന്തത. ഭാര്യ പോലും വിട്ടുപോയി, സ്നേഹിതന്മാരും വരുന്നില്ല, ഒരു സഹതപിക്കാൻ ആരുമില്ല, ഒന്ന് ചേർന്നിരുന്ന് ഒന്ന് ആശ്വാസവാക്ക് പറയാൻ ആരുമില്ല. ബിറ്റർനെസ് ഓഫ് ലോൺലിനെസ്, ഏകാന്തതയുടെ കയ്പ്. പിന്നെ വന്നത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദ ബിറ്റർനെസ് ഓഫ് ഡിസ്ബിലീഫ്, അവിശ്വാസത്തിൻ്റെ കയ്പ് വന്നു. അവിശ്വാസം. ദൈവം എന്തായിരിക്കും ഇങ്ങനെ ചെയ്തത്? ദൈവം അറിയാതെ വരില്ലല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും വലിയ കെടുതികൾ വന്നത്? ദൈവം എന്നോട് ഇങ്ങനെ കാണിക്കാൻ എന്താ കാരണം? ഇയ്യോബിന് അവിശ്വാസം വന്നതോടുകൂടി ഇയ്യോബ് തന്നെ ശപിച്ചു, ജന്മദിവസത്തെ ശപിച്ചു, ശാപവാക്കുകൾ തന്നെ. പെട്ടെന്ന് ഇയ്യോബിൻ്റെ ധൈര്യമെല്ലാം ചോർന്നുപോയി, എല്ലാം ചോർന്നുപോയി. ദൈവത്തോട് ഇയ്യോബിനൊരു പരിഭവം വന്നു, തനിക്ക് തന്നെ ഒരു സെൽഫ് പിറ്റി, ഒരു സ്വയം പരിതാപം വന്നു, ഒപ്പം ദൈവത്തോട് പരിഭവവും വന്നു. പിന്നെയുള്ള വാക്കുകളിലെല്ലാം നാം കാണുന്ന ഇയ്യോബിൻ്റെ സ്വയനീതീകരണങ്ങളാണ്. സ്വയനീതീകരണങ്ങൾ, തന്നെ നീതീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ ദൈവം ഇയ്യോബിന് തൻ്റെ വചനം കൊടുത്തു. ദൈവം പ്രത്യക്ഷപ്പെട്ടു, ചുഴലിക്കാറ്റിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദ ബിറ്റർനെസ് ഓഫ് ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ആ ദൈവത്തിൻ്റെ വിശുദ്ധ വചനങ്ങളുടെ കയ്പ്. അത് റെബ്യൂക്കായിരുന്നു, ശകാരമായിരുന്നു. ദൈവം ശാസിക്കുകയായിരുന്നു. ശാസനകൾ കിട്ടി. ആ ശാസനകൾ ഇയ്യോബിന് ഒരു തിരിച്ചറിവ് കിട്ടുന്നതിന് കാരണമായി തീർന്നു. ശാസനകൾ. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബ് നോക്കുമ്പോൾ തെറ്റൊന്നുമില്ല, പാവമൊന്നുമില്ല. പിന്നെ എനിക്കെന്തിങ്ങനെ വന്നു? പാവം ഉള്ളത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നതെന്ന് ചിന്തിച്ചു ഇയ്യോബ്. പാവം ഉള്ളത് കൊണ്ടാണ് ആപത്തുകളും അത്യാഹിതങ്ങളും വരുന്നത് ചിന്തിച്ചു. അതല്ല ശരിയെന്ന് ഇയ്യോബിന് ഇപ്പോൾ മനസ്സിലായി. ഇയ്യോബിന് സ്വയനീതീകരണം ഉണ്ടായിരുന്നു, തന്നെ സ്വയം ഉണ്ടായിരുന്നു. ഞാനൊരു ഭക്തനാണെന്നുള്ള ഭാവം ഉണ്ടായിരുന്നു. അത്ര വലിയ ഭാവമായിട്ടൊന്നും ആരും കരുതുകയില്ല. ഞാനൊരു ഭക്തനാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ ദൈവഭക്തനാണ്, ഞാൻ കളങ്കമില്ലാതെ ജീവിക്കുന്നതിനാണ്. ഒരു നല്ല ചിന്തയല്ലേ അത്? പക്ഷേ അതിനകത്തൊരു വലിയ അനർത്ഥം ഒളിച്ചിരിപ്പുണ്ട്. ഇയ്യോബിന് അത് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം ഓരോരോ പ്രശ്നങ്ങൾ കൂടി ഇയ്യോബിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശാസനകൾ ഇയ്യോബിന് കിട്ടി. തുടർന്ന് ഇയ്യോബിന് കിട്ടിയ ഭാഗ്യം, ഇയ്യോബിന് ദി സ്വീറ്റ്നെസ് ഓഫ് ഡിവൈൻ റെവലേഷൻ, സ്വീറ്റ്നെസ്, കയ്പ് മാറി മധുരം കിട്ടി. കയ്പേറിയ അനുഭവങ്ങൾ മാറി സ്വീറ്റ്നെസ്, മധുരം കിട്ടി. പ്രിയപ്പെട്ടവരെ, ശാസനകൾ കിട്ടുമ്പോൾ നമുക്ക് അന്നേരം കയ്പാണ്. നമ്മുടെ തെറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ കയ്പാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്, മനുഷ്യരെല്ലാം അങ്ങനെയാണല്ലോ. നമ്മളെ കുറ്റം ആരെങ്കിലും പറയുമ്പോൾ, നമ്മെ ആരെങ്കിലും തിരുത്തുമ്പോൾ, നമ്മിൽ തെറ്റുണ്ടെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദ്യത്തെ
ഫസ്റ്റ് റെസ്പോൺസ്, ആദ്യത്തെ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഒരു നീരസം. എന്തെല്ലാം നന്മകൾ എനിക്കുണ്ട്, ഇതൊന്നും കാണുന്നില്ല, ഈ തിന്മ മാത്രമേ കാണുന്നുള്ളൂ. ഒരു നീരസം വരുന്നു. ആ സ്വഭാവത്തെ ദൈവം ഏറ്റവും ശക്തമായി ദൈവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോബിനോട് കർക്കശമായി ഇടപെടുകയാണ്. ഒരു അയവുമില്ലാതെ ഇടപെടുകയാണ്. ദൈവം ആരാണെന്ന് യോബിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം ആരാണ്? നീ ദൈവഭക്തനാണെന്ന് പറയുന്നു, നിഷ്കളങ്കനാണെന്ന് പറയുന്നു, നേരുള്ളവനാണെന്ന് പറയുന്നു, സത്യസന്ധനാണെന്ന് പറയുന്നു, നീ ദോഷം വിട്ട് അകലുന്നതിനാണെന്ന് പറയുന്നു. പക്ഷേ നീ ദൈവത്തെക്കുറിച്ച് എന്തറിയാം? നീ എന്തറിഞ്ഞുകൊണ്ടായി സംസാരിക്കുന്നത്? ദൈവം ചോദിച്ചു, നിനക്ക് എന്തറിയാം? നിനക്ക് ഈ പ്രകൃതിയിലെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ? ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെക്കുറിച്ച് നിനക്കെല്ലാം അതറിയാമോ? നക്ഷത്രരാശിയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ? ഭൂമിക്ക് എന്താണ് അടിസ്ഥാനം ഇട്ടതെന്ന് നിനക്കറിയാമോ? സമുദ്രങ്ങൾ ഉളവായതെന്നാണെന്ന് നിനക്കറിയാമോ? സമുദ്രത്തിൽ കൂടി വിഹരിക്കുന്ന നീർക്കുതിരകൾ, വലിയ തിമംഗലങ്ങൾ, അവയെക്കുറിച്ചൊക്കെ നിനക്ക് എന്തറിയാം? നീ ഒരു ചെറിയൊരു ചുറ്റുവട്ടത്തിൽ ഇരുന്നു കൊണ്ട് നീ കാണുന്നു, അതുമാത്രമേ ലോകമെന്ന് നിന്റെ വിചാരം. ഇതല്ല ലോകം. നിത്യനായ ദൈവം യോബിനോട് സംസാരിക്കാൻ തുടങ്ങി. യോബിനെ ദൈവം നിശ്ചിതമായും കർക്കശമായും ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വാസ്തവത്തിൽ യോബിൻ്റെ ജീവിതത്തിൽ വന്നതായ കഷ്ടതകൾ അത് നന്മയ്ക്കാക്കി ദൈവം തീർത്തു കൊടുത്തു. കഷ്ടതകളാണ് വന്നത്, താങ്ങാൻ വയ്യാത്ത കഷ്ടതകൾ, വളരെ വലിയ അത്യാഹിതങ്ങളാണ് വന്നത്. പക്ഷേ അതെല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റിക്കൊടുത്തു. ചിന്തിച്ചാൽ അന്തമുണ്ടോ? സ്വന്തം ഭാര്യ പറയുന്നു, നിങ്ങൾ മരിച്ചുകളാ മനുഷ്യനെന്ന്. നിങ്ങൾ എന്തിനീ ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു? അവൾ മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് മകുന്നതാണ് പറയുന്നത്. കാരണം ദുർഗന്ധമുണ്ട് യോബിൻ്റെ ശരീരത്തിൽ നിന്ന്, ഈ വ്രണങ്ങളിൽ നിന്ന്. മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് അവൾ മാറി നിന്ന് വാതിൽക്കൽ നിന്നോട് പറയുകയാണ്, ഇനി ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തേച്ച് കളയുക, എന്നിട്ട് നീ മരിക്കുക. ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ആ സ്ത്രീ. ആ സ്ത്രീ യോബിനെ വിട്ട് മാറിപ്പോയി. ഇങ്ങനെയെല്ലാമുള്ള ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങൾ കൂടി കടന്നു പോയപ്പോൾ യോബിന് അതിൽ വന്നതായ പ്രയാസം, അവൻ്റെ ഹൃദയത്തിൽ നോവുണ്ടായി, വേദനയുണ്ടായി. ഒരു ഞാൻ യോബിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഒരു ഇഗോ യോബിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പ്രകടമായ പാപമൊന്നും ചെയ്യാൻ പോയില്ല യോബ്. വളരെ നിഷ്ഠയോടുകൂടി തന്നെയാണ് ജീവിച്ചത്. സ്വാധീനങ്ങളെ സഹായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇഗോ, ഒരു സെൽഫ് യോബിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഡിവൈൻ റെവലേഷൻ, ദൈവത്തിൻ്റെ വെളിപ്പാട് നമുക്ക് കിട്ടണമെങ്കിൽ അനേകം ദുരിതങ്ങൾ കൂടി നാം കടന്നുപോയിക്കൊണ്ടിരിക്കണം. ദുരിതങ്ങളില്ലാത്തതല്ല ക്രിസ്തീയ ജീവിതം. ഒരിക്കലും ദൈവവിധത്തിലായി കഴിഞ്ഞാൽ ദുരിതം ഉണ്ടാവുകയില്ല നിങ്ങൾ ചിന്തിക്കരുത്. ജീവിതം കർത്താവിന് സമർപ്പിച്ചു മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പാടുണ്ടാവുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെയും കഷ്ടപ്പാടുകളുണ്ടാകും, പിന്നെയും രോഗങ്ങളുണ്ടാകും, പിന്നെയും ആപത്തുകളുണ്ടാകും, പിന്നെയും അത്യാഹിതങ്ങളുണ്ടാകും. അതൊന്നും നമ്മുടെ പാപം കൊണ്ടാണെന്ന് വിചാരിക്കണ്ട. പക്ഷേ അതെല്ലാം ദൈവം ഏതോ ഒരു ആത്യന്തിക നന്മയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു നന്മ, ആത്യന്തികമായൊരു നന്മ. അപ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല ആ നന്മ എന്താണെന്ന്, അപ്പോൾ മനസ്സിലാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായ അനേകം ദുരിതപൂരിതമായ അനുഭവങ്ങൾ, യാതനാഭരിതമായ അനുഭവങ്ങൾ, കഷ്ടപ്പാടിൽ തളർന്നുപോയ സമയങ്ങൾ, ഇതെല്ലാം ഒന്നൊന്നായി നാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്നായി എന്ന് നമുക്ക് തോന്നും. നന്നായി, എനിക്ക് എന്നെ തന്നെ കാണാൻ ഇടയായല്ലോ. ഇയ്യോബിന് തന്നെ കാണാനിടയായി, ദൈവത്തെ തിരിച്ചറിയാനിടയായി. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷൻ, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. രണ്ട്, അവനവനെക്കുറിച്ചുള്ള ഈ വെളിപ്പാട്, ഞാൻ എത്ര നിസ്സാരെന്ന് കാണാനുള്ള കഴിവ്. ആ ഒരു രണ്ട് വെളിപ്പാടുകളാണ്. ദൈവത്തെ ഇയ്യോബിന് വെളിപ്പെട്ട് കിട്ടി, തന്നെ ഇയ്യോബിന് വെളിപ്പെട്ട് കിട്ടി. നമ്മിൽ പലരും ഞാൻ ആരാണെന്ന് അറിയുന്നില്ല, എൻ്റെ ഉള്ളിലെ പ്രകൃതം എന്താണെന്ന് അറിയുന്നില്ല. എന്നിലൊരു മത്സരി ഉണ്ടെന്ന് അറിയുന്നില്ല, മത്സരി. എന്നിലൊരു അഹങ്കാരി ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. എന്നിൽ ഒരു ദ്രവ്യാഗ്രഹി ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. എന്നിലൊരു സ്വാർത്ഥമതി ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. ഇതെല്ലാം അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില ഭീകര പിശാചുക്കളാണ്. നാം വചനം പറയും, പ്രസംഗിക്കും, പാട്ടുപാടും, അല്ലെങ്കിൽ സാക്ഷ്യം പറയും, കൊള്ളാം. പക്ഷേ അകത്തൊരു സ്വയമുണ്ട്, അത് നാം കാണണം. അത് കാണുമ്പോഴാണ് നാം വിശുദ്ധരായി തീരുന്നത്. അത് കണ്ട് മാറ്റാൻ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് നാം വിശുദ്ധരായി കർത്താവ് നമ്മെ മാറ്റിയെടുക്കുന്നത്. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല.
നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതകാലം ഒരു വിശുദ്ധനായി ജീവിച്ച് കാലം തീർക്കണം. ഈ ഭൂമിയിൽ കർത്താവ് തരുന്ന ആയുഷ്കാലം ഒരു വിശുദ്ധനായി ജീവിച്ച് നമ്മുടെ കാലം പോക്കണം. കർത്താവെ, വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ പറയണം, കർത്താവെ, ഞാൻ വേറൊന്നും നിന്നോട് യാചിക്കുന്നില്ലല്ലോ. എനിക്ക് ഒരു കറിയും പറ്റാത്ത ഒരു ശുദ്ധിമതിയായി ഒരു വിശുദ്ധനായി ഈ കാലയളവിൽ എനിക്ക് തരുന്ന ആയുഷ്കാലം ജീവിക്കണം. അങ്ങനെ ഈ ആയുഷ്കാലം തികച്ചിട്ട് അതിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് പറന്നു വരണം. കാഹളനാദം കേൾക്കുമ്പോൾ ഞാനും ചിറകടിച്ച് പറക്കും. അന്ന് പറക്കാനുള്ള ചിറക് ഇന്ന് നീ എന്നെ പിടിപ്പിക്കണമേ. ആ സ്തുതിയുടെ ചിറക് എനിക്ക് തരണമേ. ആത്മാവിൻ്റെ സ്തുതി എന്ന് പറയുന്നത് ചിറകാണ്. ആത്മാവിൻ്റെ സ്തുതി, ആ സ്തുതി അഭ്യസിപ്പിക്കാനാണ് മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും നിയമിച്ചത്. അതൊന്നും ആർക്കറിഞ്ഞുകൂടാ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും നിയമിച്ചത് സ്തുതി ധരിപ്പിക്കാനാണ്. ജനത്തെ, വിശ്വാസികളെ, പള്ളിയിൽ വരുന്നവരെ, ആ ഇടവകയിൽപ്പെട്ടവരെ സ്തുതി അഭ്യസിപ്പിക്കുകയാണ്, സ്തുതി ധരിപ്പിക്കുകയാണ് അവരുടെ ചുമതല. ഒന്ന് പഠിക്കേ. മേൽപ്പട്ടക്കാർ പട്ടക്കാരോട് യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ പറന്നെത്തണമെങ്കിൽ സ്തുതിയുടെ ചിറക് വേണം. വേറെ പുറമേയുള്ള ചിറകല്ല, അത് ആത്മാവിൻ്റെ ചിറകാണ്. സ്തുതി ആത്മാവിൻ്റെ ചിറകാണ്. ആ ചിറകടിച്ച് സ്തുതിയുടെ ചിറകിന്മേൽ നാം പറന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിലെത്തണം. ദൈവത്തിന് സ്തോത്രം. അത് നമ്മളെ അണിയിക്കാൻ, ഈ സ്തുതി എന്ന് പറയുന്നൊരു ആഭരണം അണിയിക്കുന്നത് പോലെയോ വസ്ത്രം ധരിപ്പിക്കുന്ന പോലെയോ ഒരു പ്രത്യേകമായ ഒരു അനുഭവം ലഭിക്കുകയാണ്. അങ്ങനെ നമ്മെ സ്തുതി അണിയിക്കാൻ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും ഏർപ്പാടാക്കി അവരെ നിയമിച്ചു. സങ്കടകരമായ ആ കാര്യം, ഇന്ന് മേൽപ്പട്ടക്കാരും പട്ടക്കാരും ശമാശന്മാരും ഇതൊന്നും അറിയുന്നില്ല. സ്തുതി എന്താണെന്ന് അറിയുന്നില്ല. ക്ഷമിക്കണം, ആരെയും കുറ്റം പറയുകയല്ല, സത്യമാണ്. ഒന്നും അവരറിയുന്നില്ല. അവരെയും അറിയിക്കാനുള്ള ചുമതല നമുക്കുണ്ടെന്ന് നാം ഓർക്കണം. അവർക്കും മനസ്സിലാക്കി കൊടുക്കണം, ഈ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയൊരു കാര്യം ഉണ്ടായെന്ന കാര്യം പാടുന്നുണ്ടാകും, പക്ഷേ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല, ഒന്നാമത്തേത് ഞാൻ സ്തുതി ധരിക്കണം, രണ്ടാമത്തേത് അനേകരെ സ്തുതി ധരിപ്പിക്കണം. സ്തോത്രം. അതിനുവേണ്ടിയാണ് നമ്മുടെ കൂട്ടായ്മ, അല്ല വേറെ ഒന്നിനും വേണ്ടിയല്ല. സ്തോത്രം. വേറൊരാൾക്കുമില്ല. ഈ യേശുക്രിസ്തു രണ്ടാമത്തെ വരയിൽ പറന്നിരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് പറക്കാൻ എനിക്ക് കർത്താവിൻ്റെ വിശുദ്ധ സ്തുതി തരണം, പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി തരണം, പരിശുദ്ധാത്മാവിൻ്റെ ചിറക് തരണം. പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിയിൽ പറന്ന് രാജാധിരാജൻ്റെ അരികിലെത്തി തൃപ്പാദം മൊത്തണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ തന്നെ വെളിപ്പെട്ട് കിട്ടുക, ഞാൻ ആരാണ്, അപ്പോൾ തന്നെ വെളിപ്പെട്ട് കിട്ടുന്നു. ദൈവം ആരാണ്, ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടല്ല ഈ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം പ്രാർത്ഥിക്കുന്നു, അല്ലേ? സ്വർഗത്തിലെ അപ്പ എന്നാണ് വിളിക്കുന്നത്, ശരിയാണ്. സ്വർഗത്തിലെ അപ്പ എന്നാം വിളിക്കുന്നു. പക്ഷേ ഈ അപ്പൻ ആരാണ്? അപ്പൻ വിളിക്കാൻ എനിക്ക് വല്ല യോഗ്യതയുണ്ടോ? ഞാൻ അപ്പൻ്റെ മോനായി തീർന്നോ? അപ്പൻ്റെ മോളായി തീർന്നോ? ഇല്ല പ്രിയരെ, ആയില്ല. എന്തുകൊണ്ട്? അപ്പൻ്റെ സ്വഭാവമില്ല. അപ്പൻ്റെ സ്വഭാവം മക്കൾക്കുണ്ടാകും. അപ്പൻ്റെ സ്വഭാവം നോക്കുണ്ടോ? അപ്പൻ്റെ സ്നേഹം നോക്കുണ്ടോ? അപ്പൻ്റെ കരുണ നോക്കുണ്ടോ? അപ്പൻ്റെ ആർദ്രത, മനസ്സലിവ് നോക്കുണ്ടോ? അപ്പൻ്റെ വിശുദ്ധി നോക്കുണ്ടോ? ഇന്നും നിസ്സാര കാര്യം വരുമ്പോഴേക്കും നാം കോപിച്ച് പറയ്ക്കും. നിസ്സാര കാര്യം വരുമ്പോഴേക്കും ഇഷ്ടക്കുറവ് വരും, മുഷിച്ചിൽ വരും. നിസ്സാര കാര്യം വരുമ്പോൾ നമുക്ക് അപ്പൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ പോലും തോന്നാതെ വരും. അപ്പൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാൻ പറ്റാതെ വരും. എന്തുകൊണ്ട്? കാരണം അപ്പൻ്റെ മോനല്ല. ഇന്ന് സുവിശേഷകന്മാരെന്ന് പറയുന്ന വലിയൊരു കൂട്ടം ആളുകൾ സുവിശേഷം പറയുന്നുണ്ടെങ്കിലും അവർ നിർമ്മല സുവിശേഷം എന്താണെന്ന് അറിഞ്ഞിട്ടല്ല പറയുന്നത്. കുറേയെല്ലാം വായിക്കുന്നു പറയുന്നു. ചില എന്തെല്ലാമോ സ്റ്റേജിൽ കൂടി ഓടി നടന്നുകൊണ്ട് എന്തെല്ലാമോ കാണിക്കുന്നു. പാവപ്പെട്ട ജനം, പാവങ്ങൾ, ഒന്നും അറിയാൻ പാടില്ലാത്തവർ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്തവർ, ഏതോ ചില അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ച് പാഞ്ഞെല്ലുന്നു. ഈയലുകൾ തീയിലേക്ക് ഓടിച്ചെന്ന് ചത്തു പോകുന്നത് പോലെ കരിഞ്ഞു പോകുന്നു. ആരും ഇതൊന്നും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ചില സത്യങ്ങൾ നാം പറയുന്നത് കൊണ്ടാണ് ഇന്ന് സമൂഹം നമ്മെ വെറുക്കുന്നതും എതിർക്കുന്നതും. സത്യങ്ങൾ നാം തുറന്നു പറയുന്നു. എന്തുകൊണ്ടോ നമുക്കൊരു സത്യം പിടികിട്ടി, ഒരു മഹാസത്യം നമുക്ക് പിടികിട്ടി. യേശുക്രിസ്തുവിനെ നമുക്ക് റിവീൽ ചെയ്ത് കിട്ടി. നിത്യനായ ദൈവത്തെ നമുക്ക് റിവീൽ ചെയ്ത് കിട്ടി. ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടി. വെളിപ്പാട്
വലിയൊരു വെളിപ്പാട് നമുക്ക് കിട്ടി. എന്താണ് വെളിപ്പാട്? ദൈവം ആരാണ്? നിത്യപരിശുദ്ധനായ ദൈവം ആരാണ്? നമുക്ക് അറിയാൻ പാടില്ലാതെ നമ്മൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു, നമസ്കാരം ചൊല്ലിക്കൊണ്ടിരുന്നു, കൗമാ നമസ്കാരം ചൊല്ലിക്കൊണ്ടിരുന്നു, കുമ്പിട്ടുകൊണ്ടിരുന്നു, നാം നോമ്പ് നോക്കിക്കൊണ്ടിരുന്നു, നാം ക്രിസ്തുമസിനും ഈസ്റ്ററിനും എല്ലാം പള്ളിയിൽ പോകും. രാത്രിയാണെങ്കിൽ രാത്രി തന്നെ പോകും. ഈസ്റ്ററിന് നാം പള്ളിയിൽ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കും, ക്രിസ്തുമസിന് അതുപോലെ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കും. അതുപോലെ ദുഃഖ വെള്ളിയാഴ്ച നാം കുമ്പിട്ട് പള്ളിയിൽ കുമ്പിട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ ചെയ്യും. പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം അച്ഛൻ നടന്ന് വെള്ളം തെളിക്കുമ്പോൾ അത് ഒരു തുള്ളിയെങ്കിലും എൻ്റെ മേൽ വീഴണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വെള്ളം വീഴാൻ നോക്കിക്കൊണ്ടിരിക്കും. എന്തെല്ലാമോ പാവങ്ങൾ ഒന്നും അറിഞ്ഞിട്ടല്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്ത് ഒന്നും അറിഞ്ഞിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ, കർത്താവേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, വെളിപ്പെട്ട് കിട്ടുക എന്നൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് ഇന്ന് എനിക്ക് തരണം. ദൈവത്തെ എനിക്ക് വെളിപ്പെടുത്തി തരണം. ദൈവം ആരാണ്? ദൈവം സ്നേഹമായ ദൈവം ആരാണ്? മഹാപരിശുദ്ധനായ ദൈവം ആരാണ്? ഈ അണ്ടകടാഹത്തെ പറഞ്ഞ ദൈവം ആരാണ്? ഈ അണ്ടകടാഹത്തെ, ഈ അഖില പ്രപഞ്ചത്തെയും നിർമ്മിച്ച നിർമ്മാതാവ് ആരാണ്? ആ ദൈവം ആരാണ്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മുഹൂർത്തപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില അവസരങ്ങളൊക്കെ ഇരുന്ന് ചിന്തിക്കുന്നത് വളരെ ലളിതമായ ചിന്തയാണ്. ഞാനിവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ സമയത്ത് കർത്താവിൻ്റെ കണ്ണ് ലോകത്തെമ്പാടും ഊടായിക്കൊണ്ടിരിക്കുന്നു. എന്തല്ല, ചില ദൈവമക്കൾ വേദന അനുഭവിക്കുന്നത്, ചില ദൈവമക്കൾ യാതന അനുഭവിക്കുന്നത്, ചിലർ ആസ്പത്രിയിൽ കിടന്ന് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്, ചിലർ കർത്തസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ചില യുദ്ധങ്ങൾ നടക്കുന്നത്, ചിലർ വെട്ടിക്കൊല്ലുന്നത്, എന്തെല്ലാം കർത്താവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാം കാണുകയല്ലേ. കാണുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നിത്യതയുടെ പുസ്തകത്തിലെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു കൊച്ചു മനുഷ്യനിവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കർത്താവ് കാണുന്നു. കർത്താവേ, തൃക്കരയുടെ തലമേൽ വയ്ക്കണമേ. അഖിലാണ്ടത്തെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവൻ അവിടുത്തെ ആണിപ്പാളുകാരൻ്റെ തലമേൽ വയ്ക്കണമേ. അണ്ടകടാഹത്തെ തൻ്റെ ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നവൻ അവൻ കർത്താവേ നിൻ്റെ തൃക്കരൻ്റെ മേൽ വയ്ക്കണമേ. സ്തോത്രം. എൻ്റെ കണ്ണുനീരി തുടയ്ക്കണമേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, നാം കർത്താവേ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ മോനെ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നൊരു ദൈവം. സ്തോത്രം. സഹോദരങ്ങളെ, ഈ ദൈവത്തെ നമുക്ക് അടുത്ത് കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ്. ദൈവത്തെ അടുത്ത് കിട്ടുന്നത്, ദൈവത്തുമായിട്ട് അടുപ്പം കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ്. അത് ലോകത്തിന് മനസ്സിലാവുകയില്ല. അപ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണുകാഴ്ചയില്ലാത്ത ഒരാളോട് നല്ല പൂവല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് പറയാനും, നല്ല പൂവാണ്, അയക്കാം. കണ്ണുകാഴ്ചയില്ല പാവം. എന്നതുപോലെയാണ് അനേകം ആളുകൾ കണ്ണുകാഴ്ച കിട്ടിയിട്ടില്ല. കണ്ണുകാഴ്ച കിട്ടണം. ഇയ്യോബിന് കണ്ണുകാഴ്ച കിട്ടി. സ്തോത്രം. അതാണ് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. അതിനെ ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തോട് പറയുകയാണ്, നിനക്ക് സകലവും കഴിയുമെന്നും ദൈവമേ നിനക്ക് എല്ലാം കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്ന ഒരുവനാര്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. അറിവുകൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നതിന് ആര് എന്ന് ദൈവമേ നീ പറയുന്നല്ലോ. നീ എന്നോട് ചോദിക്കുന്നു ആരാണ്? ഒരു അറിവുമില്ലാതെ, ഒരു ജ്ഞാനവുമില്ലാതെ, ഒരു കാര്യവും മനസ്സിലാക്കാതെ ആരാണ് എന്നോട് വാദിക്കുന്നത്? അപ്പോൾ പറയുകയാണ്, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. എനിക്കറിയാൻ പാടില്ലായിരുന്നു കർത്താവേ. ഞാൻ ഒന്നും അറിഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നിന്നോട് വാദിച്ചതൊന്നും അറിഞ്ഞിട്ടല്ല. ഞാൻ നിന്നോട് പരിഭവിച്ചതൊന്നും അറിഞ്ഞിട്ടല്ല. നിത്യതയുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ സംസാരിച്ചത്. കർത്താവേ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിത്യയുടെ കാര്യരഹസ്യങ്ങൾ ഞാൻ അറിയാൻ സാധിച്ചില്ല. ഞാൻ ഭക്തനായിരുന്നു, പക്ഷേ എനിക്കതൊന്നും അറിയാൻ പറ്റിയില്ല. അറിവുകൂടാതെ ഞാൻ കർത്താവേ എന്തെല്ലാമോ ഞാൻ പറഞ്ഞു പോയി. പിന്നെ കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഇതുവരെയുള്ള ഞാൻ എന്നെക്കുറിച്ച് കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഒരു കേട്ടുകേൾവി മാത്രം, അത്രയേ ഉള്ളൂ. ഒരു കേട്ടുകേൾവി മാത്രം. ഞാൻ വിചാരിച്ചു ഞാൻ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നയാളാണ്, ഞാൻ ദൈവത്തിൻ്റെ ഹിതം അറിയുന്നയാളാണ്. ദൈവം എനിക്ക് ചില ദർശനങ്ങൾ തരുന്നുണ്ട്, അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്, ചില താലന്തുകൾ തരുന്നുണ്ട്. അപ്പം ഞാൻ ദൈവത്തോട് ഒട്ടിയിരിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവേ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു കേൾവി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഒരു കേൾവി കേട്ടിട്ടുണ്ട്, അല്ല കൂടുതലൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. എനിക്ക് തിരിച്ചറിയാതെ ഞാൻ പറഞ്ഞുപോയി. എനിക്ക് അറിഞ്ഞുകൂടാതെ കൊണ്ട് അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ദൈവം പറയുകയാണ്, നീ കേൾക്കൂ, ഞാൻ സംസാരിക്കും,
കേൾക്കണമെന്ന് പറഞ്ഞാൽ നീ കേൾക്കൂ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കുക. അപ്പോഴാണ് അയ്യോ പറയുന്നത്, നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. കർത്താവേ, ഓ എന്തൊരു ഭാഗ്യമായിപ്പോയി. ഇത്രയേറെ ദുരിതങ്ങളിൽ കൂടി ഞാൻ കടന്നു പോകുന്നത്, യാതനകൾ ഏറ്റത്, എൻ്റെ ഭാര്യ പോലും എന്നെ ദുഃഖിപ്പിച്ച് പോയത്, എൻ്റെ കർത്താവേ, എൻ്റെ സ്നേഹിതന്മാരെ എന്നോട് മിണ്ടാതിരുന്നത്, എൻ്റെ കർത്താവേ, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞത്, ഞാനൊരു മഹാരോഗിയായി തീർന്നത്, എനിക്കിതിനെ അസഹ്യമായ ദുർഗന്ധം കൊണ്ട് ഞാൻ വലഞ്ഞു വിഷമിച്ചത്, ആഹാരം കഴിക്കാൻ സാധിക്കില്ല, ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല, അതുപോലെ ഞാൻ വലഞ്ഞു പോയത്, എൻ്റെ കർത്താവേ, ഇതെല്ലാം എല്ലാം എല്ലാം എൻ്റെ ജീവിതത്തിൽ ഒന്നായി ഏറ്റവും വലിയ കഷ്ടപ്പാടുകൾ എല്ലാം നന്നായി തിരിച്ചറിവില്ലാതെ ഞാൻ എന്തെല്ലാമോ ഞാൻ പറഞ്ഞു പോയി. എൻ്റെ കർത്താവേ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ കാണുന്നു, നിന്നെ എൻ്റെ സ്വന്തം കണ്ണാൽ കാണുന്നു. മാത്രമല്ല, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. ഇപ്പോൾ കർത്താവേ, എനിക്ക് അനുഭവിക്കാനേ ഉള്ളൂ. ഞാൻ ധരിച്ചതുപോലെയല്ല. മുമ്പൊക്കെ എനിക്ക് അഭിമാനിക്കാനുണ്ടായിരുന്നു, അഭിമാന വിഷയങ്ങൾ, മക്കളെക്കുറിച്ച് അഭിമാനം ഉണ്ടായിരുന്നു. 7 പേരും മിടുക്കന്മാരായ ആൺകുട്ടികൾ, 3 പെൺകുട്ടികൾ, വളരെ നല്ല സൗശീല്യ, നല്ല സ്വഭാവമഹിമയുള്ള പെൺകുട്ടികൾ. എനിക്ക് സ്വത്ത് ഒന്നിനും കുറവില്ല. മക്കളെല്ലാം പൂർണ്ണ ഐക്യം, അതും സന്തോഷമാണ്. മക്കൾ ഒരു ഹൃദയത്തോടെ ജീവിക്കുന്നു, അതും എനിക്ക് സന്തോഷമാണ്. ഇങ്ങനെയെല്ലാം ഞാനങ്ങനെ സന്തോഷിച്ച് ഉല്ലസിച്ചിരിക്കുകയായിരുന്നു. മനസ്സിൽ വലിയ സമാധാനമായിരുന്നു എനിക്ക്. ഇപ്പോൾ കർത്താവേ, ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. ഞാൻ എത്ര നീചഭാവിയാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ സ്വയം എന്നിൽ തന്നെ മരിച്ചിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ സ്വയത്തെ ഞാൻ വിട്ടിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ ഈഗോ, എൻ്റെ സെൽഫ് ഞാൻ വിട്ടിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് സത്യം മനസ്സിലായി. കർത്താവേ, അയ്യോ, ഞാൻ നിന്നെക്കുറിച്ച് കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണാ നിന്നെ കാണുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിനെ കാണുക, നിങ്ങളുടെ സ്നേഹനിധിയായ യേശുവിനെ കാണുക, നിങ്ങളുടെ നാഥനും കർത്താവുമായ രക്ഷകനായ യേശുവിനെ ഒന്ന് കാണുക, സ്നേഹം മാത്രമായ യേശുവിനെ കാണുക. നിന്നെ ശാസിക്കുമ്പോഴും, മോളെ നിന്നെ വഴക്ക് പറയുമ്പോഴും, മോനെ നിന്നെ ശകാരിക്കുമ്പോഴും അവൻ്റെ സ്നേഹം മാത്രം നീ കാണുക. സ്നേഹം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നീ നന്നായി വരണമെന്ന്, നീ നിത്യജീവൻ അവകാശിയായി തീരണമെന്നുള്ള ദാഹം മാത്രമേ ഉള്ളൂ. നിത്യസ്വർഗത്തിൽ നിന്നെ കാണണമെന്നുള്ള ദൈവത്തിൻ്റെ അഗാധമായ ആഗ്രഹം കൊണ്ടാണ് ദൈവം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. രോഗം വന്നത്, ആപത്ത് വന്നത്, കെടുതി വന്നത്, അത്യാഹിതം വന്നത്, നഷ്ടം വന്നത്, കനത്ത നഷ്ടം വന്നത്, വലിയ അനർത്ഥങ്ങൾ വന്നത്, എല്ലാം കണ്ട് നീ ഭയന്നു പോയി. മോനെ ഇല്ല, എല്ലാം നിരൂപിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ വിശ്വസിക്കൂ, നിനക്ക് നിന്നെ തന്നെ കാണാൻ ഒരവസരം തരികയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ആരും നീതിമാനില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം ഇല്ലാത്തവരായി തീർന്നു. ദൈവദേശം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കൂ, എന്നെ തന്നെ കാണുക, ഒപ്പം എൻ്റെ ദൈവത്തെ കാണുക, നിത്യനായ ദൈവത്തെ കാണുക. ദൈവം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ആകാരമല്ല, ഒരു ആകൃതിയല്ല, ഒരു ഷേപ്പല്ല, ഒരാകൃതിയല്ല, ഒരു രൂപമല്ല. ദൈവം അരൂപിയാണ്, ദൈവം അദൃശ്യനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം അരൂപിയാണ്, ദൈവം അദൃശ്യനാണ്, കാണാൻ സാധ്യമല്ല. എന്നാൽ ആ ദൈവത്തെ കാണാൻ അവസരം കിട്ടുന്നു, ദൈവത്തിൻ്റെ സ്വഭാവം കാണാൻ അവസരം കിട്ടുന്നു, ദൈവത്തിൻ്റെ സ്നേഹം കാണാൻ അവസരം കിട്ടുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ തേടി വരുന്നു. ആ സ്നേഹം നിങ്ങളൊന്ന് കാണുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകളിൽ വീണുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ദൈവം നിങ്ങൾ വെറുക്കുകയല്ല. സത്യമായി യേശുക്രിസ്തു നിങ്ങൾ വെറുക്കുകയല്ല. ഏതെങ്കിലും പാപത്തിൽ വീണുപോയിട്ടുണ്ടോ? ദൈവം കൃത്യമായി നിങ്ങൾ പറഞ്ഞു തരുന്നു, നിങ്ങളെ ദൈവം വെറുക്കുകയല്ല, ദൈവം നിങ്ങൾ ഉപേക്ഷിക്കുകയല്ല. ദൈവത്തിന് സ്തോത്രം. അതിൽ കൂടി നിങ്ങൾക്ക് ഒരു പുതിയ പാഠം കർത്താവ് തരികയാണ്. മോനെ, നീ നിസ്സാരനാണ്, നീ വീഴാനേ ഉള്ളൂ, നിന്നെക്കൊണ്ട് കഴിവില്ല, നീ എത്ര ശ്രമിച്ചാലും നിൽക്കാൻ നിനക്ക് സാധിക്കുകയില്ല, നീ വീഴുന്നവനാണ്. ഇത് കർത്താവ് പറഞ്ഞു തരികയാണ്. എന്നിട്ട് പറഞ്ഞു തരികയാണ്, ഇനി നീ വീഴാതെ നീ എൻ്റെ കയ്യിൽ പിടിച്ചുകൊള്ളൂ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ, കർത്താവേ, ഞാനിതാ നിൻ്റെ കയ്യിൽ പിടിക്കുന്നെന്ന് നീ പറഞ്ഞുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. നീ എന്നോട് പറയുക, കർത്താവേ, നീ എൻ്റെ കരം എൻ്റെ നേരെ നീട്ടി, ഞാനിപ്പോൾ ആ കരുത്തിൽ കയറി പിടിക്കുന്നു. ആ കരുത്തിൽ കയറി പിടിച്ചുകൊണ്ട് ഈ ജീവിതയാത്ര തുടരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, ഈ ജീവിതയാത്ര
തുടരാൻ നിങ്ങൾക്ക് യേശുവിൻ്റെ കരത്തിൽ കയറി പിടിക്കാമോ? ആ ഉന്നതൻ്റെ അത്യുന്നതൻ്റെ കരത്തിൽ നിങ്ങൾക്ക് കയറി പിടിക്കാമോ? ആണിപ്പാളുടെ കരത്തിൽ നിങ്ങൾക്ക് പിടിക്കാമോ? ആ കരം നിങ്ങളെ നേരെ നീട്ടിയിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് പിടിക്കാം. അത്യുന്നതനായ, സർവ്വവല്ലഭനായ, സർവജ്ഞനായ, സർവ്വവ്യാപിയായ, സർവശക്തനായ, എല്ലായിടത്തും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന നിത്യനായ ദൈവത്തെ, എല്ലാ കാലത്തുമുള്ള നിത്യനായ ദൈവത്തെ, കാലാതീതനായ ദൈവത്തെ, ആദിയും അന്തമില്ലാത്ത ദൈവത്തെ, ആദി ഇല്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാകുന്ന ദൈവത്തെ നിങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന ഈ സമയം നിങ്ങളതിനെ പിടിച്ചുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളൂ. അവനോട് നിങ്ങൾ വാക്ക് പറയൂ, കർത്താവേ ഇനി ഞാൻ നിൻ്റെ കൂടെ നടക്കും. യേശുവേ ഇനി ഞാൻ നിൻ്റെ കൂടെ നടക്കും. ഞാൻ ഇതാ നിൻ്റെ പിന്നാലെ നടക്കും. നിൻ്റെ കാൽപ്പാടുകളെ തുടർന്നുകൊണ്ട് അതേ കുരിശിൻ്റെ വാതിൽ കൂടി ഞാനും നടക്കാൻ ഇതാ വരുന്നു. യേശുവേ ഞാനും വരുന്നു. സമർപ്പിക്കുക, നിങ്ങൾ ജീവിതം കർത്താവിന് കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തന്നെ കർത്താവിന് സമർപ്പിക്കുക. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രിയ മക്കളെല്ലാം കൂട്ടി വരുത്തുന്നതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, ഈ മക്കളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചതായി സ്തുതിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകിയതിനായി സ്തുതിക്കുന്നു. പാവബന്ധനത്തിൽപ്പെട്ടവരെ മാനസാന്തരത്തിലേക്ക് നടത്തിയതിനായി നിന്നെ സ്തുതിക്കുന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ മക്കൾ കർവ നൽകിയതിനായി നിന്നെ സ്തുതിക്കുന്നു. കുടുംബസമാധാനം നൽകിയതിനായി നിന്നെ സ്തുതിക്കുന്നു. രോഗസൗഖ്യം നൽകിയതിനായി നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവെ, അനേകം ബാധകളും ബന്ധനങ്ങളും ഒഴിഞ്ഞ് മാറുന്നതിനായി നിങ്ങൾ സ്തുതിക്കുന്നു. പൈശാചിക ശക്തികൾ വിഭ്രമിച്ച് മാറുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ, യാതൊരാപത്തും അപകടവും വരാതെ ഈ മക്കളെ കാത്തുകൊള്ളണമേ. അപ്പോൾ ഈ മക്കളുടെ മേൽ കരുണയുള്ള കർത്താവെ, ഇതിൻ്റെ പ്രത്യേക ദൃഷ്ടി ഉണ്ടായിരിക്കണമേ. എപ്പോഴും കാത്തുകൊള്ളണമേ. മാലാഖമാരെ കാവലാക്കി നിർത്തണമേ. ദുഷ്ടശക്തി എടുക്കാതെ കാത്തുകൊള്ളണമേ. ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ സമാധാനത്തിൻ്റെ ഭവനമായി കാണുവാൻ തക്കവണ്ണം ഈ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. അനുഗ്രഹിക്കണേ. അവിടുത്തെ രണ്ടാമത്തെ ഒരു മക്കളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.